എല്ലാ മുടിവെക്കലും നിരുപാധികം ഹറാമല്ല. ഹറാമായ മുടിവെക്കൽ ഏതാണ്? ഒന്ന്, മനുഷ്യന്റെ മുടി ഉപയോഗിച്ച് നമ്മൾ വെക്കുക. ഒരാൾ കഷണ്ടിയാകാന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് വലിയ വിഷമാണ്. അവർക്ക് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതായിരിക്കും? അവരാ അല്പം മുടിയാണ്. മുന്നിലൊരു 4 മുടിയുണ്ട്, അതിങ്ങനെ റെഡിയാക്കി ഇങ്ങനെ വെക്കണമൊക്കെ കണ്ടോന്നും. ബസ്സിലൊക്കെ കയറുമ്പോൾ ചിലപ്പോൾ കാറ്റിക്കായത് പാറി സ്ഥലം മാറുമ്പോൾ അവരത് പിടിച്ചിട്ട് പഴയ സ്ഥലത്തിന് കൊണ്ടുവെക്കണമൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ പ്രയാസമാണ്. അത്തരം ആളുകൾ മുടി വെക്കാറുണ്ട്. ആ മുടി വെക്കുമ്പോൾ മനുഷ്യന്റെ തന്നെ വെട്ടിക്കൊണ്ടോണ മുടിയുണ്ടല്ലോ, ആ മുടി എടുത്തിട്ടും തൊപ്പിണ്ടാക്കാം. പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. മനുഷ്യന്റെ മുടിയെടുത്ത് നമുക്ക് മുടി വെക്കാൻ പറ്റൂല, ഹറാമാണ്. രണ്ടാമത്തത്, നജസ്സായ രോമങ്ങൾ, ചിലപ്പോ ഏതെങ്കിലും മൃഗങ്ങളുടേതോ മറ്റോ ആയ നജസ്സായ രോമങ്ങളാണെങ്കിൽ അതുകൊണ്ടുള്ള തൊപ്പി വെക്കുന്നതും മുടി വെക്കുന്നതും ഹറാമാണ്. ഇതല്ലാത്ത ശുദ്ധിയുള്ള കൃത്രിമ മുടി വെക്കുന്നതിന് വിരോധമല്ല. എന്ന് പറഞ്ഞാൽ തൊപ്പിയോ അല്ലെ മുടി ഇങ്ങനെ കെട്ടി വെക്കുന്നതുകൊണ്ടോ വിരോധമല്ല. എന്നാൽ ജനാപത്തുണ്ടാകുമ്പം കുളിക്കാനും അതുപോലെയുള്ള ഒന്നുണ്ടാക്കുമ്പം തടവാനും ഒക്കെ പറ്റാത്ത രീതിയിലുള്ളതാണെങ്കിൽ പാടില്ല. ചില ആൾക്കാർക്ക് മുടി വെക്കുകയാണ്, മുടി വെച്ചിട്ട് ഒന്നുണ്ടാക്കുമ്പോ അതിന്റെ മേലെ തടവണ്, ഒന്നും ശരിയാവില്ല. കുളിക്കുമ്പം എടുക്കാത്ത യാതുണ്ടെങ്കിൽ അത് തീരെ പറ്റൂല. പറയുന്നത് കേട്ടിട്ട് എനിക്കറിയില്ല. ഇപ്പോ തലേ തന്നെ ഓട്ടയാക്കിയിട്ട് ഞാനിടുമ്പോലൊക്കെ മുടി പിടിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാഹു അഅലം. അങ്ങനെയാണെങ്കിൽ അത് ശരീരത്തിന്റെ ഭാഗമായി മാറണമെങ്കിൽ എന്ത് വേണം? അത് വളരണം. അതിലേക്ക് ശരീരത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ വന്ന് വളരുന്നുണ്ടെങ്കിൽ അതിന് പ്രശ്നമില്ല. നമ്മളൊരു അവയവം വെച്ച് പിടിപ്പിച്ച മാതിരിയാണ്. ഒരാളെ കൈ മുറിഞ്ഞുപോയി, അതിന് പകരം വേറെ ഒരാളെ കൈയോ അയാളെ മുറിഞ്ഞുപോയ കൈ തന്നെ വെച്ച് പിടിപ്പിച്ചാൽ ആ പിടിപ്പിച്ചത് രക്തമോടി ശരീരത്തിന്റെ ഭാഗമായി മാറുകയാണെങ്കിൽ അയാളെ ശരീരത്തിന്റെ അതേ വിധിയാണ് അതിന്. ഇതേപോലെ വെച്ചുപിടിപ്പിക്കുന്ന മുടിയിലേക്ക്, അത് മനുഷ്യന്റെ മുടിയാവാൻ ഏതായാലും പാടില്ല, അല്ലാത്തതാണെങ്കിൽ തന്നെ അതിലേക്ക് വളർച്ചയൊക്കെ വരികയാണെങ്കിൽ പിന്നെ ശരീരത്തിന്റെ ഭാഗമായി അതിന്റെ മേലെ തന്നെ തടവിയാലും കുളിച്ചാലും ഒക്കെ മതി, അല്ലാത്തത് പറ്റൂല. അപ്പൊ അനുവദനീയമായ മാർഗത്തിലൂടെ മാത്രമുള്ളതേ തലയിൽ നമ്മൾ മുടിത്തൊപ്പി വെക്കാവൂ, മുടി വെച്ച് കെട്ടാവൂ, അല്ലാത്തത് നിഷിദ്ധമാണ്. പിന്നെ നബിതങ്ങൾ പറഞ്ഞവൻ നാമിസത്തു അൽ മുതനമ്മിസാ. നാമിസത്ത് എന്ന് പറഞ്ഞാൽ അതിന് 2 അർത്ഥമുണ്ട്. മഹാനായ അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, കണ്ണിന്റെ പുരികം നേർപ്പിക്കുന്നവളെ എന്നാണ്. കണ്ണിന്റെ മേലുള്ള പുരികം വടിച്ചിട്ട് എന്ത് ചെയ്യാ? നേർത്തതാക്കുക. അധിക പെണ്ണുങ്ങളിൽ തലയിൽ നോക്കിയാൽ പങ്കുതാണ്. ഇത് ഹറാമാണ്. ഇതിന്റെ കൂടെ തന്നെ ഇതിന് ഇമാം ഖത്താബി റളിയല്ലാഹു അൻഹു പറഞ്ഞ അർത്ഥം, ഇതിനോടൊപ്പം തന്നെ മുഖത്തുള്ള രോമങ്ങളെ പറിച്ചു മാറ്റുക. സ്ത്രീകൾ മുഖത്തുള്ള രോമങ്ങളെ പിഴുതെടുക്കുക. ഇതും ഈ വകുപ്പിൽപ്പെട്ടതാണ്. അള്ളാന്റെ റസൂലിന്റെ ശാപം കിട്ടുന്ന സൗന്ദര്യ ചിന്തയാണ്. അപ്പൊ സൗന്ദര്യബോധത്തിന്റെ ഭാഗമായി പുരികം വടിച്ച് നേർപ്പിക്കാൻ പാടില്ല. മുഖത്തുള്ള രോമങ്ങളെ കളഞ്ഞ് അത് രോമങ്ങളെ നീക്കം ചെയ്യാൻ പാടില്ല. ഇത് രണ്ടും ഇസ്ലാം വിരോധിച്ച സൗന്ദര്യ ചിന്തയുടെ ഭാഗമാണ്. മൂന്നാമത് വൽവാശിമത്തു വൽ മുസ്തൗശിമ. ശരീരത്തിൽ പച്ച കുത്തുന്നവളെയും അതിന് ആവശ്യപ്പെടുന്നവളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഈ ഫുട്ബോൾ കളിക്കാര്, സിനിമാ നടന്മാര്, ഇങ്ങനത്തെ ആളുകളൊക്കെ ശരീരത്തിന്റെ പല ഭാഗത്തും പല ചിത്രവും കുത്തിവെച്ചിട്ടുണ്ടാവും. ചിലർ കൈത്തണ്ടയിലായിരിക്കും, ചിലർ തോളത്തായിരിക്കും, ചിലർ പുറത്തും പള്ളമ്മലും എല്ലാ ഭാഗത്തും ചിത്രം വരച്ചതാണ്. ഇത് പച്ച കുത്തുക എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്, ചൂടാക്കിയിട്ട് ചെയ്യുന്ന സംഭവം. ഇത് മുസ്ലിങ്ങൾക്ക് പാടില്ല.
ഒരു ഭാഗത്തും പാടില്ല. ഇത്തരം പ്രവർത്തനങ്ങളെ ഏർപ്പെടുന്നവരൊക്കെ അല്ലാഹുവും റസൂലും ശപിച്ചിരിക്കുകയാണ്. അതിനാൽ ഹലാലായ മാർഗത്തിലൂടെയുള്ള സൗന്ദര്യ ചിന്ത, ഹറാം ഏതാണെന്ന് നമ്മൾ പഠിക്കാതെ പുതിയ പുതിയ സൗന്ദര്യ ചിന്തകളെ സംബന്ധിച്ച് മാസികകളിലും മീഡിയകളിലും ഒക്കെ കാണുമ്പോൾ അതിന്റെ പിന്നാലെ മുസ്ലിമീങ്ങൾ പോകാൻ പാടില്ല. നമ്മളെപ്പോഴും മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിക്കു മുമ്പിൽ കീഴടങ്ങുന്നവൻ എന്നാണ്. അവിടെ വേറെ ഒഴുക്കിനനുസരിച്ച് നീന്തലല്ല, ഒഴുക്കിനെതിരെ നീന്തുന്നവരായിരിക്കണം നമ്മൾ. ഇനി ഇതുപോലെ മുടിയുടെ കാര്യത്തിൽ ഒരു ചിന്തയും കൂടെ വേണം. അതെന്താ? മുടി എല്ലാവർക്കും വെളുപ്പ് ഇഷ്ടം, എന്നാൽ മുടി കറുപ്പ എല്ലാവർക്കും ഇഷ്ടം. അത് വെളുക്കാൻ തുടങ്ങിയാൽ ആദ്യം ഒന്നോ രണ്ടോ ഒക്കെ ഇങ്ങനെ നിര വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതാത് മറിച്ചാളും. അങ്ങനെയാണ് ആദ്യമായിട്ട് നിര വന്ന ആള് മഹാനായ സയ്യിദുന നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. അത്ര മഹാനവറുകൾ ഈ നരച്ച ഒന്ന് രണ്ട് രോമം കണ്ടപ്പം അള്ളഹാനോട് ചോദിച്ചു, പടച്ചോനെ എന്താണ് ഒരു വെളുപ്പ് കാണുന്നത് എന്റെ തലയിൽ? അപ്പൊ അള്ളാഹു പറഞ്ഞു, അത്രേ നബിയെ, അത് നിങ്ങൾക്ക് നൂറാണ്, നിങ്ങൾക്കത് പ്രഭയാണ്. ആ സമയത്ത് മഹാൻ ദുആ ചെയ്തു, അല്ലാഹുമ്മ സിദ്നി നൂറാ, നാലാ പ്രഭ അങ്ങോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട പടച്ചോനെ. അങ്ങനെ ഫുള്ള് നരച്ച് നല്ല ഗംഭീരായി. ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മുതൽക്കാൻ നിര തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ശാബ ശൈബത്തും ഫിൽ ഇസ്ലാം, ഇസ്ലാമിലായിക്കൊണ്ട് ആർക്കെങ്കിലും ഒരു നരച്ച മുടി ഉണ്ടായാൽ കാലത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അവനത് പ്രകാശമായി മാറുകയാണ്. ഫഖാല ലഹു റജുലുൻ ഇൻദ ദാലിക്, ഇത് പറഞ്ഞപ്പം നബിതങ്ങളോട് ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, ഫഇന്ന റിജാലൻ യന്ദിഫൂന ശൈബ്, നമ്മളെ കൂട്ടത്തിലെ ചില ചങ്ങായിമാര് ഈ നരച്ച രോമങ്ങളെ പിഴുതെറിയുന്നുണ്ടല്ലോ, വെട്ടിക്കളയുന്നുണ്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യത്തോടെ പറഞ്ഞു, മൻ ശാഅ ഫൽയന്തിഫ് നൂറഹ്, പ്രകാശം വേണ്ടാത്തവൻ അത് പറിച്ചെറിഞ്ഞോട്ടെ എന്ന് ദേഷ്യത്തോടെ നബി തങ്ങൾ. അപ്പം നരച്ച രോമങ്ങള് അത് പറിച്ചെറിയൽ കറാഹത്താണ്, പാടില്ലാത്തതാണ്. എന്നാൽ അതിന്റെ നിറം മാറ്റലോ, അവിടെ ഇസ്ലാമിന് ചില കാഴ്ചപ്പാടുകൾ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു മക്കം ഫത്ഹിന്റെ അന്നാണ് മുസ്ലിമായത്. അദ്ദേഹത്തെ നബി തങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ എത്തിയപ്പോ അബൂ ഖുഹാഫ തങ്ങളെ താടിയും തലയും ഒക്കെ ഇങ്ങോട്ട് നരച്ചിട്ട് കൊമ്പളങ്ങ പോലെ ആയി. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, വയ്യറൂ, നിങ്ങൾ കൊണ്ടുപോയി ഇതൊന്ന് ചേഞ്ചാക്കി, ഈ വല്ലാത്ത കളറ് കാണാൻ കഴിയുന്നില്ല, കണ്ണഞ്ചി പോകുന്നു. വജ്തനിബുസ്സവാദ്, കറുപ്പ് നിങ്ങൾ ഒഴിവാക്കുകയും വേണം. കറുപ്പില്ലാത്ത എന്തെങ്കിലും ഒരു കളറ് കൊടുത്ത് നിങ്ങൾ ഈ തല ഒന്ന് റെഡിയാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റേ ഹദീസിലൂടെ പഠിപ്പിച്ചതനുസരിച്ച് മഞ്ഞ, ചുവപ്പ് എന്നീ രണ്ട് കളർ ഉപയോഗിച്ച് താടിയും തലമുടിയും നര ബാധിച്ചാൽ കളർ കൊടുക്കൽ സുന്നത്താണ്. അത് നമ്മളെ സൗന്ദര്യബോധത്തിന്റെ മറ്റൊരു ഭാഗം. ഈ വെളുപ്പ് ഇങ്ങനെ കാണിച്ചോളണമെന്നില്ല. അപ്പം കളറ് മാറ്റിയാൽ എന്തായി? ജനങ്ങൾക്കൊക്കെ അറിയാം, ആൾക്ക് നരച്ചിട്ടുണ്ടെന്ന് അറിയുകയും ചെയ്യാം, ഈ നിരട്ട് കാണൂല. അതേ സമയത്ത് അതിനെ കറുപ്പിക്കാൻ പാടില്ല. കറുപ്പിച്ചാൽ എന്താ? കറുപ്പിച്ചാല് എനിക്ക് നരച്ചിട്ടില്ല എന്ന് വരുത്തിയല്ലേ ഒന്ന്. യഥാർത്ഥത്തിൽ വരേണ്ടതെന്താ? ഖുർആനിൽ ഒരായത്തുണ്ട്, വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നിരിക്കുന്നു. എന്താ താക്കീതുകാരൻ? ചില പണ്ഡിതന്മാര് നൽകിയ വിശദീകരണം നരച്ച രോമങ്ങളാണ്. രാവിലെ എടുത്തൊന്ന് കണ്ണാടിയിൽ നോക്കുമ്പോ ഈ നരച്ച രോമം കാണുമ്പോഴേ പോകാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനല്ലേ ഒരു മരത്തിന്റെ ഇല പഴുത്താല് പടുത്തു പോകുന്നല്ലേ എന്ന താക്കീത് നമുക്ക് തരുന്ന സാധനമാണ് ഈ നര. അത് ഇല്ല.
ഞാനത് കറുപ്പിച്ചാൽ പിന്നെ അതിന്റെ അർത്ഥം എന്തായി? ഇല്ല, ഞാൻ മരിക്കാനും പോകാനോ ഒന്നും ആയിട്ടില്ല, ആ താക്കീതൊന്നും നമ്മൾ സ്വീകരിക്കൂല എന്നൊരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ കറുത്ത ചായം പൂശാൻ പാടില്ല, അത് നിഷിദ്ധമാണ്. അത് അനുവദിക്കപ്പെട്ടത് ഒരു വിഭാഗത്തിന് മാത്രം. അതാരാ? പട്ടാളത്തിൽ ജോലിയുള്ള ആളുകൾ. പട്ടാളത്തിൽ ജോലിയുള്ള ആളാണെങ്കിൽ അയാൾക്ക് നരച്ചാൽ കറുപ്പിക്കാം. എന്തുകൊണ്ട്? ചിലപ്പോ യുദ്ധം ഉണ്ടാകുമ്പോ രണ്ടു ഭാഗത്തെ പട്ടാൾക്കാരിങ്ങനെ മുഖാമുഖം നിൽക്കാണ്. അപ്പൊ ഒരു താടിക്കാരുണ്ട് ഇങ്ങനെ വയസ്സായവൻ, മറ്റൊരു നമ്മളാ വയസ്സിനെ കൊണ്ട് തുടങ്ങിയതായാലും എന്ന് കരുതി ഇയാളെ കൊള്ളേക്കും ആദ്യം വരിക. അതാണ് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണെന്ന് കാണിക്കേണ്ട സമയമായതുകൊണ്ട് അവിടെ അയാൾക്ക് കറുത്ത ചായം പൂശൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാത്ത സമയത്ത് അനുവദിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്ന് ചില ഈ സൗന്ദര്യ ചിന്തകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇനി നമ്മളെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്ത് സൗന്ദര്യം സംരക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് നഖങ്ങൾ.